തോറ്റ് മാളത്തിലിരുന്നതൊക്കെ ഓരോന്നായി പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശനായി മാറിയത് കേവല യാദൃച്ഛികതയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഉന്നതങ്ങളിൽ എത്തിച്ച എക്സ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വേറെവർ വി.ഡി. സതീശൻ ഗോസ് ഹി ക്യാരീസ് ഹിസ് ഫാദേഴ്സ് നെയിം ഓൺ ഹിസ് ഹെഡ്. അതാണ് ചേച്ചിക്ക് സഹിക്കാൻ പറ്റാത്തത്. Wherever I go, I take my house in my head. ഇതൊക്കെ എന്തിനിവിടെ പറയാൻ പോകുന്നു? അല്ല, ഒരു കണക്ഷൻ കിട്ടിയപ്പോ. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി അയാളുടെ മുഴുവൻ പേരും ഒന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശനായി മാറിയത് അതെനിക്കിഷ്ടമില്ല. മേനോൻ, നായർ, നമ്പൂതിരി ഈ വക വാലുകളൊന്നും ഒരു കാലത്തും ഉപയോഗിച്ചുകൂടാ. എന്നാൽ ജാതി തിരിച്ചുള്ള സംവരണങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് അത്രയും. ആ സമയത്ത് ജാതി പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ചില സമയങ്ങളിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ജാതി പേര് ഉപയോഗിച്ചാൽ ഉപയോഗിക്കേണ്ടതിന്റെ അത്യാവശ്യമുള്ള സമയത്താണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അത് തെറ്റ്. അത് ജാതിയുടെ ധാർഷ്ട്യം. ഏതായാലും ബിന്ദു ചേച്ചി വിഷമിക്കണ്ട. അദ്ദേഹം പോകുന്നിടത്തെല്ലാം വീടും തലയിൽ ചുമന്നുകൊണ്ട് പോകാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളെല്ലാം സ്മൂത്തായി ചെയ്തോളൂ. നിങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചത് കൊണ്ടാണല്ലോ ജനം കൂടോടെ വീട്ടിലിരുത്തിയത്. ജനങ്ങളുടെ ആ തീരുമാനത്തെ എങ്കിലും ഒന്ന് മാനിക്ക്. നോക്കിയപ്പോ വേറെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ജാതി എങ്കിൽ ജാതി, അതേ കയറി പിടിക്കാമെന്ന് കരുതി. എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടെടാ, നമുക്ക് കാണാം. വി.ഡി. സതീശൻ കൃത്യമായിട്ട് ഇതിന് മറുപടി തന്നിട്ടുണ്ടല്ലോ. എന്റെ അച്ഛന്റെ പേരാണ് ദാമോദരൻ മേനോൻ, അതാണ് ഞാൻ വായിച്ചത്. എന്റെ അമ്മയുടെ പേര് കൂടി വായിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് എന്റെ സങ്കടമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരം ഏൽക്കുകയല്ലേ, അത്രയും മഹത്തായ ഒരു സന്ദർഭമല്ലേ. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അച്ഛന്റെ മുഴുവൻ പേരും പറയണം എന്ന് തോന്നി അതങ്ങ് പറഞ്ഞു. അവിടെ അതങ്ങ് എക്സ്പാൻഡ് ചെയ്തു. വി.ഡി. എന്നുള്ളത് അങ്ങ് എക്സ്പാൻഡ് ചെയ്തു. അതിലിപ്പോ എന്താ ഇത്ര ചൊറിച്ചിലുണ്ടാകാനുള്ള കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും പരിപാടി തന്നെയാണ്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അപ്പൊ നിങ്ങളുടെ ഒന്നും ചെവിക്കല്ല പ്രശ്നം, മനസ്സിനാണ് പ്രശ്നം. ഈ നാട്ടില് വർഗീയത അത്രയും പറഞ്ഞുണ്ടാക്കുന്നതും അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുന്നതും നാടിനെ കലാപത്തിലേക്ക് നയിക്കുന്നതും നിങ്ങളുടെ ഒരൊറ്റ പ്രസ്ഥാനമാണ്. തനിക്കതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. മനുഷ്യർ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പ്രശ്നങ്ങൾ അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാക്കിയെടുത്ത് അത് ആഘോഷിക്കുക. അതാണ് നിങ്ങളുടെ പതിവ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. മനുഷ്യരോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കാൻ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു ഗവൺമെന്റിനും ഒന്നാമത്തെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഏതായാലും തോറ്റ മന്ത്രിക്ക് നാക്കുണ്ടായിരുന്നു എന്നിപ്പോ മനസ്സിലായി. പാവങ്ങളെ നോക്കണം, കാണണം, അവരോടാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. നമ്പർ 1 ഉത്തരവാദിത്വം അവരോടാണ്. ഇതൊക്കെ ഇപ്പൊ നിന്നോണ്ട് പ്രസംഗിക്കുന്നുണ്ട്. എന്റെ അമ്മയ്ക്ക് എന്തൊരു പെർഫോമൻസ്. സർക്കാർ ചെലവിൽ മേടിച്ച 30,000-ന്റെ കണ്ണാടിയാണ് ഇപ്പോഴും മോന്തക്കിയിരിക്കുന്നത്. ഭരണത്തിന്റെ ആനപ്പുറത്തിരുന്നപ്പോൾ ബിന്ദുവിന് കണ്ണു കാണുകയില്ലായിരുന്നു. ഇപ്പോൾ കുറേശ്ശെയായി കാഴ്ച തെളിഞ്ഞു. ഈ കഴിഞ്ഞ 10 വർഷം എന്ത് ചെയ്യുമായിരുന്നു ചേച്ചി? ചേച്ചിയും 5 വർഷം സർവീസിലുണ്ടായിരുന്നല്ലോ. ഈ പാവപ്പെട്ടവരെ ഒന്നും കണ്ടില്ല അല്ലേ? എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? പുച്ഛവും കളിയാക്കലും വർഗീയതയും കുശുമ്പും മാത്രമേ കയ്യിലുള്ളൂ. അതിനുള്ള തിരിച്ചടി ജനങ്ങൾ കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും കുറവില്ല. ആരെ എന്നാലും ശരിയാ, ഇവ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. എന്നാ രക്ഷപ്പെട്ട്. നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പൂക്കി മുഖ്യമന്ത്രി എന്ന് എടുത്തെടുത്ത് പറഞ്ഞ് കളിയാക്കുകയാണ്. അന്ന് മനസ്സിലായി. ഈ പൂക്കി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ആൾക്ക് പിടിയുണ്ടോ? എവിടുന്ന് ഒരു വാക്ക് കിട്ടി അതെടുത്ത് വെച്ചങ്ങ് കാച്ചുക. പൂക്കി എന്നാൽ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ എന്നൊക്കെയാ അർത്ഥം. മറ്റൊരാൾക്ക് പ്രിയപ്പെട്ടതാകാൻ വലിയ റിസ്ക് ഒന്നും ഇല്ല ചേച്ചി. നിങ്ങൾക്കും പൂക്കി ആകാമായിരുന്നു. കുറഞ്ഞ പക്ഷേ മനുഷ്യരെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ടൊന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു മനസ്സൊക്കെ കാണിച്ചുകൊണ്ട് അവരെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ മതിയായിരുന്നു. ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്ക്. ഇരുന്ന് സുഖിച്ച സമയത്ത് ഇതൊന്നും ചെയ്തില്ലല്ലോ. എന്നിട്ട് ഇപ്പൊ മിടുക്കന്മാര് കയറി ആളുകളുടെ സ്നേഹവും വിശ്വാസവും ഒക്കെ പിടിച്ചു പറ്റുന്നത് കണ്ടപ്പോ കുശുമ്പ് സഹിക്കാൻ വയ്യാതെ പരദൂഷണം പരസ്യമായിട്ട് പറയാൻ ഇറങ്ങിയിരിക്കുക. സഖാ ഒരു കാര്യം മനസ്സിലാക്കണം. സഖാക്കളെക്കാൾ വിദ്യാസമ്പന്നരും നിരീക്ഷണ പാഠവുമുള്ള പൊതുജനം നിങ്ങളുടെ ഓരോ ലീലാവിലാസങ്ങളും
അപ്പോഴപ്പോ കണ്ട് വിലയിരുത്തിക്കൊണ്ടേയിരുന്നതാ. പട്ടിക്കാട്ട മുന്നിൽ കൊണ്ട് വെച്ചിട്ട് പാൽപ്പായസമാണെന്ന് ഇത്രയും തിരിച്ചറിവുള്ള പൊതുജനത്തോട് നിങ്ങൾ പറഞ്ഞില്ലേ? ആ പറഞ്ഞതിന്റെ ഫലമായിട്ടാ എല്ലാരും വീട്ടിലിരിക്കുന്നത്. അത് മറന്ന് സഖാവ് പ്രസംഗിക്കരുത്. എന്നെ കാണിക്കാനുള്ള പതിവ് നാടകമൊന്നും വേണ്ട. പിന്നെ കുറച്ച് വെയിലൊക്കെ കൊണ്ട് നടന്ന് പ്രസംഗിക്കുന്നത് ശരീരത്തിനും ആരോഗ്യത്തിനൊക്കെ നല്ലതാ. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇങ്ങനെ തേരാപ്പാര നടക്കുന്നത് നല്ലതാണെന്ന്. അവരുടെ ഒക്കെ കാര്യം ഞങ്ങൾ ശരിയാക്കി തരാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണല്ലോ അധികാരത്തിലേറിയിട്ടുള്ളത്. അല്ല, ഭരണം പോയിട്ട് 1 മാസം പോലും കഴിഞ്ഞില്ല. അതിനു മുമ്പ് പൊതുവഴിയിലോട്ട് മൈക്കുമായിട്ട് അങ്ങ് ഇറങ്ങിയേക്കുക. ആശമാരൊക്കെ ഇവരുടെ ഇരിപ്പിടത്തിന് തൊട്ടു മുന്നിലാ 1 വർഷക്കാലം സമരം ചെയ്തത്. എന്നിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാതിരുന്ന കക്ഷിയൊക്കെയാ ഇപ്പൊ പാവങ്ങളോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും ഒക്കെ പ്രസംഗിക്കുന്നത്. ഉളുപ്പ് ലേശമെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുന്നില്ല, കാരണം ഇല്ലാന്ന് ഞങ്ങൾക്കറിയാം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? പ്രതിബദ്ധത ഉയർത്തി പിടിച്ച് പ്രൊഫസർ ഉൾപ്പെടെ 13 മന്ത്രിമാരും തോറ്റ് ചരിത്രം രചിച്ചു. വീണ്ടും പൊതുജനങ്ങൾക്ക് ശല്യം തന്നുകൊണ്ടിരിക്കുക. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ഭർത്താവ് പോളിറ്റ് ബ്യൂറോയിലും ഭാര്യ ക്യാബിനറ്റിലും ഇരുന്ന് ഈ നാടിനു വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ ചില്ലറയൊന്നുമല്ല. വളിപ്പും വിവരദോഷവും സർവപുച്ഛവുമായി നടക്കുന്ന ഈ വിപ്ലവകാരികളിൽ നിന്ന് എന്നാണ് ഈ പ്രസ്ഥാനത്തിന് ഒരു മോചനം കിട്ടുക? ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. തോറ്റു തുന്നമ്പാടി അണ്ണാക്കിലടിച്ചിട്ടും ചിരി കൊണ്ട് ഓട്ടയടയ്ക്കുകയാണ് വിജയരാഘവനും ഗോവിന്ദനുമെല്ലാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഇദ്ദേഹം അമ്പലപ്പുഴയിൽ പോയി പ്രസംഗിച്ചത് ഓർമ്മയില്ലേ? സുധാകരൻ ഇതുവരെ വായിച്ചത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തല കിഴുക്കാൻ തൂക്കായിട്ടായിരുന്നു. എന്നാൽ മരിക്കും വരെ MLA ആവണം എന്ന ആഗ്രഹം പാർട്ടി നടപ്പാക്കി കൊടുക്കാത്തതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പോകുന്ന ആദ്യത്തെ ആളായി മാറിപ്പോയി എന്നുള്ളതാണ് സത്യം. അങ്ങനെ മാനിഫെസ്റ്റോ തല കിഴുക്കാൻ തൂക്കായി വായിച്ച വർഗവഞ്ചകൻ ഇപ്പോൾ നിയമസഭയിലിരിപ്പുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. പ്രോട്ടൈം സ്പീക്കറായി പിണറായിക്ക് അദ്ദേഹം സത്യപ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. അവര് രണ്ടുപേരും ജയന്റായി കയ്യും കൊടുത്തു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നേരെ പിടിച്ച് വായിച്ച വിജയരാഘവനും പെണ്ണും പിള്ളയും വീട്ടിലിരിക്കുന്നു. വെറുതെയല്ല ജി സുധാകരൻ വിജയരാഘവനെ പറ്റി പറഞ്ഞത് ഇയാൾ പരാജയ രാഘവനാണെന്ന്. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ 6 വരിപ്പാതയുടെ സൗകര്യം ഏറ്റവും കൂടുതൽ കിട്ടുക നമ്മളെ പ്രതിപക്ഷത്തിനാ. എന്താണെന്ന് വെച്ചാൽ പിണറായി മുഖ്യമന്ത്രി ആവുമല്ലോ. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? ഇപ്പൊ എങ്ങനെ പൂക്കി പ്രതിപക്ഷ നേതാവാകാം എന്നുള്ള ഗവേഷണത്തിലാ പുള്ളി എന്നാ അറിയാൻ സാധിക്കുന്നത്. നേരത്തെ പഠിച്ചു വെച്ചാൽ നല്ലതല്ലേ? ഞെട്ടട്ടെ. എന്തായാലും ഞെട്ടും ഈ കോമാളിത്തം കണ്ട്. ലാളിത്യം പരമാവധി ജനങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി പൈലറ്റും എസ്കോർട്ടും ഒന്നും എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാനതൊക്കെ ത്യജിച്ചു എന്നാ പറയുന്നത് കേൾക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലൊക്കെ ഒറ്റയ്ക്ക് കസേരയുടെ പുറത്ത് കുത്തിയിരിക്കുന്ന ഫോട്ടോകളും ഒക്കെ പുറത്ത് വിടുന്നുണ്ട്. പിന്നെ പൂക്കിയാകണമെങ്കിൽ പ്രധാനമായിട്ടും ചിരിക്കണമല്ലോ. നമുക്ക് വശമില്ലാത്ത ഭാഷയായി പോയല്ലോ. ആ സിദ്ധി ഇല്ലല്ലോ, അതത്ര വശമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ചിരിക്കാനുള്ള, എങ്ങനെ ചിരിക്കാം എന്നുള്ള പഠനത്തിലാണ്, ട്രെയിനിങ്ങിലെങ്ങാണ്ടാണ് പുള്ളി. പിണറായി മുഖ്യമന്ത്രിയാവുമ്പോ ഒരു നിവേദനം കൊടുക്കണമെന്ന് ആഗ്രഹം കുഞ്ഞാലിക്കുട്ടിക്ക്, VD സതീശന്, രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാവില്ലോ. സ്വാഭാവികല്ലേ? പിന്നെ സ്വാഭാവികം. പിണറായിക്ക് ഒരു നിവേദനം കൊടുക്കാൻ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി ഒരു കാർ കയറി 1 മണിക്കൂർ യാത്ര ചെയ്താൽ 1.25 മണിക്കൂർ യാത്ര ചെയ്താൽ മലപ്പുറത്ത് എത്തും. ഇത് മറ്റേ അപ്പക്കച്ചവടത്തെ കടത്തി വെട്ടിയല്ലോ വിജയരാഘവൻ കൊച്ചാട്ടാ. മനസ്സിലായില്ലേ? പിണറായി വീണ്ടും മുഖ്യമന്ത്രി ആകുമല്ലോ. അപ്പോൾ 6 വരിപ്പാതയും 8 വരിപ്പാതയും 10 വരിപ്പാതയും ഒക്കെ ഇവിടെ അങ്ങ് പണിത് പൊക്കുമല്ലോ. അപ്പൊ പിന്നെ ദൂരെ ജില്ലകളിലുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ പിണറായിക്ക് നിവേദനം കൊടുക്കാൻ പെട്ടെന്ന് വരാൻ പറ്റുമല്ലോ. അതാണ് വിജയരാഘവൻ കൊച്ചാട്ടൻ പറഞ്ഞു വെക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞിട്ട് വല്ല കറുത്തണ്ട? അണ്ണാ, സ്വപ്നത്തിൽ നിന്ന് ഉണരണ്ണ, ഉണര്. വീട്ടിൽ തന്നെ ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ. ഒരക്ഷരം പോലും തെറ്റിയില്ല. എല്ലാ എണ്ണത്തിനും കൂടോടെ വീട്ടിൽ കിടന്നുറങ്ങാനും വേണ്ടത്ര വിശ്രമിക്കാനുമുള്ള സൗകര്യം പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തു. വിജയരാഘവൻ എവിടെ പോയി പ്രസംഗിച്ചാലും പാർട്ടിക്ക് 5000 വോട്ട് കുറയുമെന്ന് സുധാകരൻ പറഞ്ഞത് വെറുതെ അല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നിങ്ങളുടെ ഭാര്യ വീടും തലയിൽ വെച്ച് ഇപ്പോൾ നാട് നന്നാക്കാൻ നടക്കുകയാണ്. അവർക്കിപ്പോൾ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. വിജയരാഘവൻ പാർട്ടിയെ തോൽപ്പിച്ചു, ഭാര്യയെ ജനങ്ങൾ തോൽപ്പിച്ചു. പുതിയ സർക്കാർ അധികാരമേറ്റതല്ലേ ഉള്ളു രാഘവ. നിങ്ങൾക്ക് 2 പേർക്കും കൂടി വീട്ടിലിരുന്ന് പരസ്പരം ഒന്ന് ആലോചിച്ച്
എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റതെന്ന് മനസ്സിലാക്കിക്കൂടെ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? എന്നിട്ട് ഗോവിന്ദന്റെ മകൻ ഉപദേശിച്ച പോലെ പോയി കണ്ണാടി നോക്കണം. ഈ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്നത് ഈ വിജയരാഘവന്റെയും ഗോവിന്ദന്റെയും കുടുംബവുമായി ബന്ധപ്പെട്ട് ശരിയായി വന്നിരിക്കുന്നു. നിനക്കൊക്കെ രണ്ട് പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കുറ മലമങ്കി. കയ്യിലിരിക്കുന്ന റേഷൻ കാർഡിന് കിട്ടുന്ന യൂണിറ്റ് അരി വാങ്ങി ഒന്നിച്ചൊരു വീട്ടിലിരുന്ന് പാചകം ചെയ്ത് കഴിച്ചിരുന്നെങ്കിൽ അരിയാഹാരം ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന സാധാരണ മനുഷ്യർക്കുള്ള അല്പം ഗുണമെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടുമായിരുന്നു. കുറച്ചുകൂടി കമ്മ്യൂണിസം ബാക്കിയുണ്ട്. നിങ്ങൾ രണ്ടും കൂടി കാര്യമായി ഉത്സാഹിച്ചാൽ അതിന്റെ ഒരു കൊണിശം കൂടി ഇല്ലാതാക്കാൻ കഴിയും.